സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ത്യയുടെ ആംക പ്രതിസന്ധിയും പാകിസ്ഥാന്റെ J-35 കാത്തിരിപ്പും. വരാനിരിക്കുന്ന സ്റ്റെൽത്ത് യുദ്ധത്തിൽ ആർക്കായിരിക്കും മുൻതൂക്കം? തൊട്ടു മുൻപത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ചൈന തങ്ങളുടെ ഏറ്റവും പുതിയ J-35 സ്റ്റെൽത്ത് ഫൈറ്ററുകൾ പാകിസ്ഥാന് നൽകുന്നത് 2032 വരെ വൈകിപ്പിക്കുന്നത് ഇന്ത്യയുടെ തന്ത്രപരമായ വിജയമായിട്ട് നമുക്ക് കണക്കാക്കാം. എന്നാൽ ഈ നാണയത്തിന് മറ്റൊരു വശം കൂടിയുണ്ട്. 2032 പാകിസ്ഥാന് ഈ 5ാം തലമുറ വിമാനങ്ങൾ ലഭിക്കുമ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കും? ഇന്ത്യയുടെ തദ്ദേശീയ 5ാം തലമുറ യുദ്ധവിമാനമായ ആംക പ്രൊജക്റ്റ് നേരിടുന്ന കാലതാമസങ്ങൾ പാകിസ്ഥാന് വരും കാലങ്ങളിൽ ഒരു സ്ട്രാറ്റജിക് മേൽക്കൈ നൽകുമോ? ഈ സുപ്രധാന വിഷയത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ വിശദമായ ഒരു അനാലിസിസ് റിപ്പോർട്ടാണ് ഇത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. സത്യത്തിൽ ഇന്ത്യ ഭയക്കേണ്ടതായിട്ടുണ്ടോ? ആംക വിമാനങ്ങൾ വൈകുന്നു. 2032 പാകിസ്ഥാന് ലഭിക്കാൻ പോകുന്നത് ഒരു പക്ഷേ അത്യാധുനിക J-35 ഫൈറ്ററുകളാകാം. കഴിഞ്ഞ എപ്പിസോഡിൽ ചൈന പാകിസ്ഥാനുള്ള J-35 വിമാനങ്ങളുടെ വിതരണം 2032 നീക്കിയതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇത് കേൾക്കുമ്പോൾ ഇന്ത്യക്കാർക്ക് ആശ്വസിക്കാൻ വകയുണ്ട്. എന്നാൽ പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു വലിയ അപകടം ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇന്ത്യയുടെ സ്വന്തം 5ാം തലമുറ യുദ്ധവിമാന പദ്ധതിയായ ആംക നിലവിൽ വലിയ കാലതാമസം നേരിടുകയാണ്. ഏകദേശം 2035 മാത്രമേ ആംക ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകൂ എന്നാണ് വിലയിരുത്തലുകൾ. അതായത് 2032 പാകിസ്ഥാന് ചൈനീസ് സ്റ്റെൽത്ത് വിമാനങ്ങൾ ലഭിച്ചാൽ ഇന്ത്യയുടെ ആംക പൂർണ്ണ സജ്ജമാകുന്നത് വരെയുള്ള വർഷങ്ങളിൽ പാകിസ്ഥാന് വ്യോമാതിർത്തിയിൽ ഒരു വലിയ മുൻതൂക്കം ലഭിക്കുമോ? ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ആ സ്റ്റെൽത്ത് ഗ്യാപ്പ് എന്ന യാഥാർത്ഥ്യത്തെ കീറിമുറിച്ച് പരിശോധിക്കാനായിട്ടാണ് പോകുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് ആംക. എന്നാൽ ഈ പ്രൊജക്റ്റ് നേരിടുന്ന യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. 2035 മുൻപ് ഇത് സീരിയൽ പ്രൊഡക്ഷനിലേക്ക് കടക്കാനുള്ള സാധ്യത കുറവാണ്. ഇതിന് പ്രധാനമായിട്ടും 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത് എൻജിൻ പ്രതിസന്ധി തന്നെ. 5ാം തലമുറ വിമാനങ്ങൾക്ക് ആവശ്യമായ ഉയർന്ന കരുത്തുള്ള തദ്ദേശീയ എഞ്ചിനുകൾ വികസിപ്പിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. അമേരിക്കൻ കമ്പനിയായ GEയുടെ എഞ്ചിനുകൾ ആദ്യഘട്ടത്തിൽ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ഭാവിയിൽ സൂപ്പർ ക്രൂസ് ശേഷിയുള്ള സ്വന്തം എഞ്ചിനുകൾ വികസിപ്പിക്കാനായിട്ട് ഇന്ത്യക്ക് ഇനിയും വർഷങ്ങളുടെ ഗവേഷണം ആവശ്യമാണ്. രണ്ടാമതായിട്ട് സാങ്കേതികമായ സങ്കീർണതകളുമുണ്ട്. റഡാറുകളുടെ കണ്ണിൽപ്പെടാത്ത പ്രത്യേകതരം മെറ്റീരിയലുകൾ, നൂതനമായ സെൻസർ ഫ്യൂഷൻ എന്നിവ ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിക്കുകയാണ്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് കോപ്പി അടിക്കാതെ തദ്ദേശീയമായിട്ട് ഇവ നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കാലതാമസം ഉണ്ടാകും. ചൈന പാകിസ്ഥാനുള്ള J-35 വിമാനങ്ങളുടെ വിതരണം 2032 വരെ നീട്ടിയത് ഒരു വശത്ത് ഇന്ത്യക്ക് അനുകൂലമാണെങ്കിലും മറുവശത്ത് അത് പാകിസ്ഥാന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടെന്നാൽ നിലവിൽ ചൈന പ്രതിവർഷം 40 മുതൽ 60 വരെ J-35 വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഈ വിമാനങ്ങൾ ചൈനീസ് വ്യോമസേനയിൽ പരീക്ഷിച്ച് അതിലെ എല്ലാ പോരായ്മകളും പരിഹരിച്ച് വളരെ മെച്ചുവേർഡായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യ ആയിരിക്കും 2032 ആകുമ്പോഴേക്കും പാകിസ്ഥാന് ലഭിക്കാൻ പോകുന്നത്. മികച്ച സെൻസർ ഫ്യൂഷനും സ്റ്റെൽത്ത് അഡ്വാൻറ്റേജും ഈ വിമാനങ്ങൾക്കുണ്ടാകും. മറുവശത്ത് 2032 ഇന്ത്യയുടെ ആംക വിമാനങ്ങൾ തങ്ങളുടെ പരീക്ഷണ പറക്കലുകളുടെ പ്രാരംഭഘട്ടത്തിലായിരിക്കും. ഇവിടെയാണ് പാകിസ്ഥാൻ ഒരു മേൽക്കൈ നേടാനായിട്ട് ശ്രമിക്കുന്നത്. ഈ കാലതാമസം സൃഷ്ടിക്കുന്ന വിടവിനെ പ്രതിരോധ വിദഗ്ധർ സ്റ്റെൽത്ത് ഗ്യാപ്പ് എന്നാണ് വിളിക്കുന്നത്. 2025 നടന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന മിന്നലാക്രമണത്തിൽ ഇന്ത്യ തന്ത്രപരമായ ആസൂത്രണത്തിലൂടെ വലിയ വിജയമാണ് നേടിയത്. എന്നാൽ ഭാവിയെ താരതമ്യം ചെയ്യുമ്പോൾ സന്തുലിതാവസ്ഥയിൽ ചെറിയ മാറ്റങ്ങൾ ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. അതിലെ ആദ്യത്തെ ഘടകം തന്നെ 5ാം തലമുറ സാന്നിധ്യമാണ്. ഇന്ത്യയുടെ കാര്യത്തിൽ ആംക പ്രധാനമായിട്ടും പരീക്ഷണ ഘട്ടത്തിലായിരിക്കും. പാകിസ്ഥാൻ്റെ കാര്യത്തിലോ ചൈനയുടെ അത്യാധുനിക J-35 വിമാനങ്ങളുടെ ആദ്യ സ്ക്വാഡ്രൺ ലഭിച്ചു തുടങ്ങും. ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാന സ്ട്രൈക്ക് ഫോഴ്സ് റാഫേൽ, തേജസ് മാർക്ക് 2, സുഖോയ് 30, MK എന്നിവയൊക്കെ ആയിരിക്കും. പാകിസ്ഥാൻ്റെ കയ്യിലോ J-35, J-10C, F-16 എന്നിവയുടെ ഒരു സമ്മിശ്ര രൂപമായിരിക്കും ഉണ്ടായിരിക്കുക. സാങ്കേതിക സ്വയം പര്യാപ്തതയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സാങ്കേതിക വിദ്യ പൂർണ്ണമായിട്ടും ഇന്ത്യ 2032-35 കാലഘട്ടത്തിൽ സ്വന്തമായിട്ട് വികസിപ്പിക്കുന്നതായിരിക്കും. എന്നാൽ പാകിസ്ഥാനാകട്ടെ വിമാനങ്ങൾക്കും സ്പെയർ പാർട്ടുകൾക്കുമായിട്ട് ചൈനയെ ആശ്രയിക്കേണ്ടി വരും.
പാകിസ്ഥാന് J-35 ലഭിക്കുന്നതിലൂടെ ഇന്ത്യയുടെ നിലവിലെ 4th ജനറേഷൻ വിമാനങ്ങൾക്ക് അത് വലിയ ഭീഷണിയായിട്ട് മാറും. എന്നാൽ ഇന്ത്യ ഇത് കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്ന് കരുതരുത്. ഈ സ്റ്റെൽത്ത് ഗ്യാപ്പ് അടയ്ക്കാനായിട്ട് ഇന്ത്യക്ക് മുമ്പിൽ ശക്തമായ 3 പ്രതിരോധ തന്ത്രങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് റഷ്യയുടെ സുഖോയ് 57 114 MRFA കരാറും തന്നെയാണ്. ആംക വൈകുന്ന സാഹചര്യത്തിൽ റഷ്യയുടെ 5ാം തലമുറ വിമാനമായിട്ടുള്ള സുഖോയ് 57E തദ്ദേശീയമായിട്ട് നിർമ്മിക്കാനുള്ള വാഗ്ദാനം ഇന്ത്യയുടെ പരിഗണനയിൽ ഉണ്ട്. കൂടാതെ 114 വിമാനങ്ങൾക്കായിട്ടുള്ള MRFA പ്രൊജക്റ്റിലൂടെ അഡ്വാൻസ്ഡ് വിമാനങ്ങളും ഇന്ത്യ വാങ്ങിയേക്കാം. രണ്ടാമതായിട്ട് ശക്തമായ വ്യോമ പ്രതിരോധം. ആകാശത്ത് സ്റ്റെൽത്ത് വിമാനങ്ങളെ നേരിടാൻ സ്വന്തമായിട്ട് സ്റ്റെൽത്ത് വിമാനം തന്നെ വേണമെന്നൊന്നുമില്ല. ആധുനിക ആൻറ്റി സ്റ്റെൽത്ത് റഡാറുകളും S-400 പോലെയുള്ള കരുത്തുറ്റ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഉപയോഗിച്ച് പാകിസ്ഥാൻ്റെ J-35 വിമാനങ്ങളെ അതിർത്തി കടക്കുന്നതിന് മുമ്പ് തന്നെ ലോക്ക് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് സാധിക്കും. മൂന്നാമതായിട്ട് നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയർ. അതായത് ഈ നൂറ്റാണ്ടിലെ യുദ്ധങ്ങളിൽ കേവലം ഒരു യുദ്ധവിമാനത്തിന് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതിനെ പിന്തുണയ്ക്കുന്ന അവാക്സ്, സാറ്റലൈറ്റുകൾ, ഇലക്ട്രോണിക് വാർഫെയർ എന്നിവ നിർണായകമാണ്. ഈ സംയോജിത യുദ്ധതന്ത്രത്തിൽ പാകിസ്ഥാനേക്കാളും ബഹുദൂരം മുന്നിലാണ് ഇന്ത്യ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ആംക പ്രൊജക്റ്റിലെ കാലതാമസം പാകിസ്ഥാന് കടലാസിൽ ഒരുപക്ഷെ മുൻതൂക്കം നൽകിയേക്കാം. പക്ഷേ 2032 അവർക്ക് ചൈനീസ് ഔദാര്യത്തിൽ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ ലഭിക്കുമ്പോഴേക്കും അത്തരം ഭീഷണികളെ നേരിടാനുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ബദൽ തന്ത്രങ്ങളും ഇന്ത്യ പൂർണ്ണ സജ്ജമാക്കിയിട്ടുണ്ടാവും. കടമെടുത്ത സാങ്കേതികവിദ്യ ഉപയോഗിച്ച് യുദ്ധം ജയിക്കാൻ കഴിയില്ല എന്ന് പാകിസ്ഥാന് നന്നായിട്ട് അറിയാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിദേശ രാജ്യങ്ങളുടെ മുന്നിൽ കൈനീട്ടാതെ അല്പം സമയമെടുത്താണെങ്കിലും സ്വന്തം ആംക നിർമ്മിച്ചെടുക്കുക എന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ രാജ്യത്തിന് കരുത്ത് പകരും. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീണ്ടും കാണാം മറ്റൊരു വിഷയമായിട്ട്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.